IPLന്റെ 18ാം സീസണിന് പിന്നാലെ ടീം ഇന്ത്യ വീണ്ടും അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലണ്ടുമായി അവരുടെ നാട്ടിൽ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ ആദ്യം കളിക്കുന്നത്. അടുത്ത മാസം 20 മുതലാണ് 5 മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. യുവ സൂപ്പർ താരം ശുഭ്മാൻ ഗില്ലിനെ നായകനാക്കി പുതിയ ലുക്കിലുള്ള ടീം ഇന്ത്യയെ സെലക്ടർമാർ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം സൈക്കിളിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പര കൂടിയാണിത്. പരമ്പര വിജയത്തോടെ തന്നെ ആരംഭിക്കണമെന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പോയിന്റിംഗ് 11 തിരഞ്ഞെടുക്കുകയാണ് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര. സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തെ കുറിച്ച് സംസാരിക്കവെയാണ് ഒന്നാം ടെസ്റ്റിൽ പ്ലേയിങ് 11-ൽ ആരൊക്കെയാണ് വേണ്ടതെന്നും ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗ് പങ്കാളിയായി ഞാൻ തിരഞ്ഞെടുക്കുക KL രാഹുലിനെയാണ്. ഇതേക്കുറിച്ച് കൂടുതലായി ചിന്തിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ BGTയിൽ ഇവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. യശസ്വിയുടെ ആദ്യത്തെ ഇംഗ്ലണ്ട് പര്യടനം കൂടിയായിരുന്നു ഇത്തവണത്തേത്. അവൻ വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനത്തെ ഇംഗ്ലണ്ട് പര്യടനം രാഹുലിനെ സംബന്ധിച്ച് നല്ലതായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു പര്യടനം നന്നായി തുടങ്ങിയ ശേഷം മോശമായി അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ചോപ്ര വ്യക്തമാക്കി. 3ാം നമ്പറായി സായി സുദർശനോ മലയാളി താരം ദേവദത്ത് പടിക്കലോ കളിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പരിക്കേറ്റ ദേവദത്ത് ഈ പര്യടന ടീമിന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യക്ക് വേണ്ടി 3ാമതായി സായി സുദർശനോ ദേവദത്ത് പടിക്കലോ ഇറങ്ങിയേക്കാം. നേരത്തെ ധരംശാലയിലെ ടെസ്റ്റിലൂടെ അരങ്ങേറുകയും കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ദേവദത്ത്. ഇത് സായിക്ക് മേൽ അവന് മുൻതൂക്കം നൽകുന്നുണ്ട്. സായി സുദർശൻ ഇപ്പോൾ ടീം പ്ലാനുകൾക്ക് പുറത്താണ്. എന്നാൽ ടീം ഉജ്ജ്വല ഫോം കണക്കിലെടുത്ത് അവന് 3ാം നമ്പറിൽ കളിക്കാൻ സാധ്യത ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇതിഹാസ ബാറ്ററായി വിരാട് കോഹ്ലി ഒഴിച്ച 4ാം നമ്പറിൽ പുതിയ ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസ് ശുഭ്മാൻ ഗില്ലിനാണെന്നാണ് ആകാശ് പറയുന്നത്. 4ാം നമ്പറിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കളിക്കുമെന്നാണ് തോന്നുന്നത്. അവൻ തന്നെയാകും പുതിയ ക്യാപ്റ്റനായി മാറുക എന്നാണ് ഞാൻ ആദ്യം പറയുക. പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലുള്ളതും ഇത് തന്നെയാണ്. ബാറ്റിംഗിൽ ഗിൽ 4ാം നമ്പറിലേക്ക് പോകുമെന്നും എനിക്ക് തോന്നുന്നു. ഇവിടെയാവാം അവന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ചാൻസ് കൂടുതൽ. ടെസ്റ്റ് മത്സരങ്ങളിൽ ഇനി ഇന്ത്യയുടെ നമ്പർ 4 ബാറ്റിംഗ് ഗില്ലായിരിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഋഷഭ് പന്ത് ആയിരിക്കും 5ാം സ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക. 6ാമനായി നിതീഷ് കുമാർ റെഡ്ഡിയാകും ഇറങ്ങുക എന്നും എനിക്ക് തോന്നുന്നു. ഈ സ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പേർ മത്സര രംഗത്തുണ്ട്. കരുൺ നായർ, സർഫ്രാസ് ഖാൻ, ധ്രുവ് ജുറേൽ എന്നിവരെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷെ ഞാൻ തിരഞ്ഞെടുക്കുക നിതീഷ് റെഡ്ഡിയെയാണ്. കാരണം ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ താരമാണ് അവനെന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു. അശ്വിൻ ഇന്ത്യൻ ടീമിനൊപ്പം ഇല്ലാത്തതിനാൽ 7ാം നമ്പറിൽ രവീന്ദ്ര ജഡേജ മതിയെന്നാണ് ഞാൻ പറയുന്നത്. ലീഡിംഗ് ടെസ്റ്റിൽ ഡിഫൻസീവ് റോളിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇംഗ്ലണ്ട് ടീമിൽ ഒരുപാട് ഇടം കയ്യൻ ബാറ്റർമാരുള്ളതിനാൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ കളിപ്പിക്കാനിടയുണ്ട്. പക്ഷേ ജഡേജ മതിയെന്നാണ് ഞാൻ പറയുന്നത്. 8ാമതായി ഷർദുൽ ഠാക്കൂറിനെയോ ദീപകിനെയാണ് ഞാൻ കളിപ്പിക്കുക. ഇത് ബാറ്റിങ്ങിന് കൂടുതൽ ആഴവ് നൽകും. അതിനുശേഷം ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷമ്മി എന്നിവരും ടീമിലുണ്ടാകും. ഷമ്മി ഫിറ്റ് അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണ കളിക്കാമെന്നാണ് ചോപ്ര കൂട്ടിച്ചേർത്തത്.